സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ഇടയ്ക്കിടെ ഓരോ പുതിയ ട്രെൻഡുകൾ പ്രത്യക്ഷപ്പെടാറുണ്ട്. എന്നാൽ അടുത്ത കാലത്തായി ഇന്റർനെറ്റ് ലോകത്തെ ഒന്നടങ്കം കീഴടക്കിയിരിക്കുന്ന ഒരു തരംഗമാണ് AI കാരിക്കേച്ചറുകൾ. വെറുമൊരു ഫോട്ടോ എഡിറ്റിംഗ് എന്നതിനേക്കാൾ നമ്മുടെ വ്യക്തിത്വം, തൊഴിൽ, ഹോബികൾ, ഇഷ്ടാനിഷ്ടങ്ങൾ എന്നിവയെല്ലാം ഒരു കുടക്കീഴിൽ കൊണ്ടുവന്ന് അതിശയിപ്പിക്കുന്ന ദൃശ്യാനുഭവമാക്കി മാറ്റാൻ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് സാധിക്കുന്നു എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത. മുൻപ് പ്രൊഫഷണൽ ആർട്ടിസ്റ്റുകൾ മണിക്കൂറുകളോളം അധ്വാനിച്ച് വരച്ചിരുന്ന കാരിക്കേച്ചറുകൾ ഇന്ന് മിനിറ്റുകൾക്കുള്ളിൽ നമ്മുടെ സ്മാർട്ട് ഫോൺ സ്ക്രീനുകളിൽ തെളിയുകയാണ്. ലളിതമായ ഒരു പ്രോംപ്റ്റിലൂടെ ChatGPTയും അതിൻ്റെ ഇമേജ് ജനറേഷൻ സാങ്കേതിക വിദ്യയായ DALL-Eയും ചേർന്ന് സൃഷ്ടിക്കുന്ന ഈ ചിത്രങ്ങൾ ആളുകൾക്കിടയിൽ വലിയ ആവേശമാണിപ്പോൾ സൃഷ്ടിച്ചിരിക്കുന്നത്. ഈ പുതിയ ട്രെൻഡിൻ്റെ പിന്നിലെ സാങ്കേതിക വശത്തെക്കുറിച്ച് പരിശോധിക്കുമ്പോൾ നാനോ ബനാന പോലെയുള്ള അത്യാധുനിക AI മോഡലുകളുടെ പങ്കും എടുത്തു പറയേണ്ടതാണ്. ഗൂഗിളിൻ്റെ ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യകളിൽ ഒന്നായ ഇത് കൂടുതൽ വ്യക്തതയുള്ളതും യാഥാർത്ഥ്യത്തോട് അടുത്തു നിൽക്കുന്നതുമായ ചിത്രങ്ങൾ നിർമ്മിക്കാൻ സഹായിക്കുന്നു. ഇതിനൊപ്പം തന്നെ ജാപ്പനീസ് അനിമേഷൻ സ്റ്റുഡിയോ ആയ ജിബ്ലിയുടെ ചിത്രരചനാ ശൈലിയിലുള്ള കാരിക്കേച്ചറുകൾക്കും ഇപ്പോൾ ആവശ്യക്കാർ ഏറെയാണ്. സമാധാനവും സൗന്ദര്യവും തുളുമ്പുന്ന ജിബ്ലി സ്റ്റൈൽ ചിത്രങ്ങൾ നമ്മുടെ സാധാരണ ഫോട്ടോകളെ ഒരു മനോഹര സ്വപ്ന ലോകത്തിലെ കഥാപാത്രങ്ങളാക്കി മാറ്റുന്നു. നിങ്ങളുടെ ജോലിയും നിങ്ങൾക്കിഷ്ടപ്പെട്ട പൂക്കളും നിങ്ങളുടെ വളർത്തു മൃഗങ്ങളുമെല്ലാം ചേർന്ന് ഒരു ജിബ്ലി ലോകത്തെ നായകനോ നായികയോ ആയി മാറ്റാൻ AI അവസരമൊരുക്കുമ്പോൾ അതൊരു പുതിയ തരത്തിലുള്ള ആത്മാവിഷ്കാരമായി മാറുകയാണ്. ഒരു AI കാരിക്കേച്ചർ നിർമ്മിക്കുന്ന പ്രക്രിയ തികച്ചും ലളിതവും എന്നാൽ കൗതുകകരവുമാണ്. ഇത് കേവലം ഒരു ചിത്രം അപ്ലോഡ് ചെയ്യുന്നതിൽ അവസാനിക്കുന്നില്ല, മറിച്ച് ChatGPTയോട് നിങ്ങൾ സമ്മതിക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ വിജയമിരിക്കുന്നത്. നിങ്ങളുടെ ഒരു വ്യക്തമായ ചിത്രം നൽകിയ ശേഷം നിങ്ങളുടെ ജീവിത ശൈലിയെക്കുറിച്ച് നിങ്ങൾ നൽകുന്ന വിവരങ്ങളാണ് AI ഒരു കഥാപാത്രത്തെ സൃഷ്ടിക്കാൻ ഉപയോഗിക്കുന്നത്. ഉദാഹരണത്തിന്, ഞാനൊരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ്, എനിക്ക് യാത്രകൾ ഇഷ്ടമാണ്, എൻ്റെ കയ്യിൽ എപ്പോഴും ഒരു കോഫി കപ്പ് ഉണ്ടാകാറുണ്ട് എന്നിങ്ങനെയുള്ള വിശദാംശങ്ങൾ നൽകുമ്പോൾ AI ഈ വിവരങ്ങളെല്ലാം കോർത്തിണക്കി ഒരു മികച്ച ദൃശ്യാവിഷ്കാരം നടത്തുന്നു. ചിത്രം തൃപ്തികരമല്ലെങ്കിൽ വീണ്ടും തിരുത്തലുകൾ നിർദ്ദേശിക്കാനും മറ്റൊരു ശൈലിയിലേക്ക് മാറ്റാനും ഉപയോക്താവിന് സാധിക്കുന്നു. ഇത് ഉപയോക്താവിനെ ഒരേ സമയം ഒരു സംവിധായകനും കലാകാരനുമാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഈ കൗതുകകരമായ വിനോദത്തിന് പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന വലിയൊരു അപകട സാധ്യതയെക്കുറിച്ച് സൈബർ സുരക്ഷാ വിദഗ്ധർ ഗൗരവകരമായ മുന്നറിയിപ്പുകൾ നൽകുന്നുണ്ട്. ഒരു രസകരമായ ചിത്രത്തിന് വേണ്ടി നമ്മൾ നൽകുന്ന വിവരങ്ങൾ എത്രത്തോളം സ്വകാര്യമായിരിക്കും എന്നത് വലിയൊരു ചോദ്യചിഹ്നമാണ്. നിങ്ങളുടെ പേര്, മുഖച്ഛായ, നിങ്ങളുടെ തൊഴിൽ മേഖല, കുടുംബം, ഹോബികൾ എന്നിങ്ങനെയുള്ള സുപ്രധാന വിവരങ്ങളാണ് ഇവിടെ AI സിസ്റ്റങ്ങളുമായി പങ്കുവയ്ക്കപ്പെടുന്നത്. ഇവയെല്ലാം ഒരിടത്ത് ശേഖരിക്കപ്പെടുകയും വിശകലനം ചെയ്യപ്പെടുകയും ചെയ്യുമ്പോൾ നിങ്ങളുടെ ഒരു ഡിജിറ്റൽ പ്രൊഫൈൽ അവിടെ രൂപപ്പെടുന്നു. നിലവിൽ ഇത്തരം കമ്പനികൾക്ക് ഡേറ്റ സുരക്ഷിതമാണെന്ന് അവകാശപ്പെടുന്നുണ്ടെങ്കിലും ഭാവിയിൽ പരസ്യങ്ങൾക്കോ അല്ലെങ്കിൽ കൃത്യമായ പ്രൊഫൈലിങ്ങിനോ വേണ്ടി ഈ വിവരങ്ങൾ ഉപയോഗിക്കപ്പെടാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. നമ്മുടെ സ്വകാര്യതയുടെ ഒരു വലിയ ഭാഗം ഒരു വിനോദത്തിനു വേണ്ടി നമ്മൾ സ്വയം വിട്ടുകൊടുക്കുകയാണോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. മറ്റൊരു പ്രധാന വശം എന്നത് ഈ വിവരങ്ങൾ പിൽക്കാലത്ത് എങ്ങനെ കൈകാര്യം ചെയ്യപ്പെടും എന്നതിലെ അവ്യക്തതയാണ്. ടെക് കമ്പനികളുടെ സ്വകാര്യതാ നയങ്ങൾ എപ്പോൾ വേണമെങ്കിലും മാറാം. ഇന്ന് സൗജന്യമായി ലഭ്യമാകുന്ന സേവനങ്ങൾക്കായി നമ്മൾ നൽകുന്ന വ്യക്തിഗത വിവരങ്ങൾ നാളെ മറ്റൊരു വാണിജ്യ ആവശ്യത്തിനായി വിൽക്കപ്പെട്ടേക്കാം. നിങ്ങളുടെ മുഖച്ഛായ കൃത്രിമമായി സൃഷ്ടിക്കുന്ന AI വീഡിയോകൾക്കോ മറ്റ് നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്കോ ഉപയോഗിക്കപ്പെടില്ലെന്ന് ഉറപ്പിച്ചു പറയാൻ ആർക്കും സാധിക്കില്ല. സാങ്കേതികവിദ്യ വളരുന്നതിനോടൊപ്പം തന്നെ സൈബർ കുറ്റകൃത്യങ്ങളുടെ രീതികളും മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇത്തരം സാഹചര്യങ്ങളിൽ ഓരോ ഉപയോക്താവും പുലർത്തുന്ന ജാഗ്രത മാത്രമാണ് ഏക പ്രതിവിധി. കൂടാതെ ഇത്തരം AI തരംഗങ്ങൾ സൃഷ്ടിക്കുന്ന മാനസികമായ സ്വാധീനത്തെക്കുറിച്ചും പഠനങ്ങൾ നടക്കുന്നുണ്ട്. സോഷ്യൽ മീഡിയയിൽ മറ്റുള്ളവർ പങ്കുവയ്ക്കുന്ന മനോഹരമായ കാരിക്കേച്ചറുകൾ കാണുമ്പോൾ അവരോടൊപ്പം എത്താനുള്ള ഒരുതരം സമ്മർദ്ദം സാധാരണ ഉപയോക്താക്കളിലുണ്ടാകാം. ഇത് കൂടുതൽ വിവരങ്ങൾ AIയുമായി പങ്കുവെക്കാൻ അവരെ പ്രേരിപ്പിക്കുന്നു. ഇത്തരം കാരിക്കേച്ചറുകൾ നമ്മളെ തന്നെ കൂടുതൽ സൗന്ദര്യമുള്ളവരാക്കുകയും ആവേശകരമായ ജീവിതം നയിക്കുന്നവരായും കാണിക്കുന്നത് ഒരു താൽക്കാലിക സന്തോഷം നൽകുമെങ്കിലും അത് യാഥാർത്ഥ്യത്തിൽ നിന്ന് നമ്മളെ അകറ്റാൻ സാധ്യതയുണ്ട്. ഓരോ പുതിയ ചിത്രവും നിർമ്മിക്കുമ്പോൾ നമ്മൾ നൽകുന്ന ഓരോ ചെറിയ വിവരവും ആഗോള ഡേറ്റാ ശൃംഖലയുടെ ഭാഗമായി മാറുകയാണ്. സാങ്കേതിക വിദ്യയെ നന്മയ്ക്കായി ഉപയോഗിക്കുന്നതിൽ തെറ്റൊന്നുമില്ല, എന്നാൽ അതിൻ്റെ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് ബോധവാന്മാരായിരിക്കുക എന്നത് അത്യാവശ്യമാണ്. ജിബ്ലി സ്റ്റൈലിലോ നാനോ ബനാനോ പോലെയുള്ള നൂതന മോഡലുകളിലൂടെയോ മനോഹരമായ ചിത്രങ്ങൾ നിർമ്മിക്കുമ്പോൾ അമിതമായ വ്യക്തിഗത വിവരങ്ങൾ നൽകാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഒരു ഫോട്ടോ നൽകുന്നതിന് പകരം നിങ്ങളുടെ പ്രത്യേകതകൾ വിവരിച്ചുകൊണ്ട് മാത്രം ഒരു കാരിക്കേച്ചർ നിർമ്മിക്കാൻ ശ്രമിക്കുന്നത് ഒരു പരിധിവരെ അപകട സാധ്യത കുറയ്ക്കും. ഡിജിറ്റൽ ലോകത്ത് ഒന്നും സൗജന്യമല്ലെന്നും നമ്മുടെ ഡേറ്റയാണ് പലപ്പോഴും അവിടുത്തെ കറൻസി എന്നും തിരിച്ചറിയുക. വിനോദങ്ങൾ ആഘോഷിക്കപ്പെടുമ്പോഴും സ്വകാര്യതയുടെ അതിർവരമ്പുകൾ സൂക്ഷിക്കുന്നത് സുരക്ഷിതമായ ഒരു ഡിജിറ്റൽ ഭാവി ഉറപ്പാക്കാൻ നമ്മളെ സഹായിക്കും.
കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.